നമസ്കാരം, എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് യെല്ലോ സ്ട്രോബെറി പേരയാണ്. ഇതാണ് യെല്ലോ കളറിലുള്ള സ്ട്രോബെറി പേര. ഇതിൻ്റെ ഇല നമ്മുടെ സ്ട്രോബെറി പേര പിങ്ക് കളറിലുള്ള സ്ട്രോബെറി പേരയുടെ ഇല പോലെ തന്നെയാണ്. സാധാരണ പേരയുടെ ഇല പോലെ അല്ല കേട്ടോ ഇത്. കണ്ട, ഇതിൻ്റെ ഇല കണ്ട ഇത് പേരയാന്ന് പറയില്ല. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇല. പേരയ്ക്ക നല്ല പാകമായിട്ടുള്ളത് ഇതവിടെ ഉണ്ട്. ഇതാണ് യെല്ലോ കളർ സ്ട്രോബെറി പേര. മഴയായപ്പോൾ വേഗം പാകാവാണ് പേരകളൊക്കെ. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കളർ മാറുകയാണ്. ഇവിടെ ഇത് നമ്മൾ ടെറസിൽ ഒരു ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇത് നമ്മൾ 6 മാസം മുമ്പ് മേടിച്ചു കൊണ്ടുവച്ച തൈയാണ്. നമ്മൾ ഈ തൈ മേടിക്കുമ്പോൾ തന്നെ ഇത് പൂവിട്ട് തുടങ്ങിയിരുന്നു. നമ്മുടെ പിങ്ക് കളറിലുള്ള സ്ട്രോബെറി പേരയിൽ അധികം കായ്ഫലം കിട്ടിയില്ല ഇവിടെ നട്ടതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പൂവിട്ടിട്ട് ഉള്ള ഒരു യെല്ലോ കളർ സ്ട്രോബെറി പേരയാണ് മേടിച്ചു കൊണ്ടുവന്നത്. അതിൽ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്ന പൂവുകൾ കായ പിടിച്ചു, അത് കൊഴിഞ്ഞു പോയില്ല. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മളതിൻ്റെ കായകൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് യെല്ലോ സ്ട്രോബെറി പേരയ്ക്ക്. ലൈറ്റായിട്ടുള്ള പുളിയുണ്ട്, എന്നാലും നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ഇനം ആണ് കേട്ടോ ഈ യെല്ലോ കളർ സ്ട്രോബെറി പേര. നമ്മൾ സാധാരണ കുറേ പേരകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നട്ടതാണിത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇതിലിതാ ഇനിയും കുറേ കായകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പാകമായിട്ടുള്ളതൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. നല്ല മഞ്ഞ നിറം വരും. പക്ഷെ അപ്പോഴത്തേക്കും നിർത്തിയാലേ, ഇപ്പോൾ തിരുവാതിര ഞാറ്റുവേല ഇവിടെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ നല്ല മഴകളൊക്കെയാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്നലെ കുറച്ചധികം പഴുത്തതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്ന് നോക്കുമ്പോഴേക്കും അതൊക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് കളർ വന്നതല്ല, അത് പൊട്ടിക്കാം നമുക്ക്. അല്ലെങ്കിൽ അടുത്ത മഴയിൽ ഇതൊക്കെ കൊഴിഞ്ഞു പോകും. നല്ല ടേസ്റ്റുള്ള ഒരു ഇനാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് നോക്കുക ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.